കപ്പ, കൊള്ളിക്കിഴങ്ങ്, മരച്ചീനി, ചീനി, മരക്കിഴങ്ങ് ഇതെല്ലാം സാധനം ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മളിത് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്നത് ഇത് മണ്ണോടെ കൊത്തി കളഞ്ഞ് തോലി കളയുമ്പോഴേ അതിന് മണ്ണും ചളിയും എല്ലാം ഈ കപ്പയിലേക്ക് പിടിക്കും. എന്നിട്ട് അതിന് പല പ്രാവശ്യം അവർ കഴുകി വൃത്തിയാക്കാൻ ഒരു പാടാണ്. നമ്മളിതാദ്യം ടാപ്പിന് കീഴിൽ വൃത്തിയായി കഴുകി ചകരി കൊണ്ട് ഇതിന് പുറമെ ഒരു കറുത്ത തോലുണ്ട്, ആ തോല് വരെ കംപ്ലീറ്റ് കഴുകി കളയും. അതിനുശേഷം നമ്മൾ ഇതുപോലെ ആക്കും. പിന്നെ ഇത് കഴുകേണ്ട ആവശ്യമില്ല, തൊലി കളഞ്ഞിട്ട്. എന്നാൽ തൊലിയുടെ പുറത്തുള്ള മണ്ണോ ചരലതോ ഒന്നും കഴിക്കില്ല കേട്ടോ, കൈക്ക് ഒരഴുക്കൂലല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കപ്പ തീർക്കില്ല. ഇത് മറ്റുള്ളവരിൽ തീർക്കുന്നതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ആ മണ്ണോടെ കൊത്തി 4 കഷ്ണാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് തോല് കളയുമ്പോഴത്തേക്ക് അതിന് മണ്ണും ചെളി എല്ലാം ഈ കപ്പേനെ കൊള്ളിക്കേണ്ട അത് നമ്മൾ മരിച്ചെന്ന് പറഞ്ഞ് സാധനത്തിൽ പിടിക്കും. ഇത് കണ്ടോ, ഒരു കഴുക്കോ കാര്യങ്ങളോ ഇല്ല. ഇത് കഴുകേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാലും നമ്മളൊന്ന് പുറത്ത് കഴുകും. രണ്ടാമത്തെ പീസ് തൊലി ഇതുപോലെ കളയുമ്പോൾ ഒരു കഴുക്കും ഇതിലേക്ക് ആവില്ല. ഇങ്ങനെ കപ്പ തയ്യാറാക്കുന്നത് പക്ഷേ ആ മണ്ണോടെ കൊത്തുന്നതിൽ എന്തൊരു വൃത്തിയിടം. ഇന്നത് കപ്പന് പുതിയ മോഡൽ തയ്യാറാക്കുന്ന ഒരു ഐറ്റംസാണ്. ഇത് നമ്മൾ വെറുതെ വേണമെങ്കിൽ വെറുതെ ഒന്ന് കഴുകേണ്ട ആവശ്യമില്ല. ഇത് കഴുകേണ്ട ആവശ്യമില്ല. അത്ര സാധനങ്ങൾ കാണുന്നില്ല, അത്രയും വെയിറ്റാണ്. ഒന്ന് വെറുതെ കൈക്ക് പത്തിന് എന്തെങ്കിലും അവിടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ എല്ലാവരും കാണിക്കാം. അപ്പോൾ ഒന്നും കട്ട് ചെയ്താതെ ഒരു മുഴുവനായ വീഡിയോ കാണിക്കുന്നു. ഇതുപോലെ വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിത് പതപ്പിച്ചിട്ട് ഒന്നും ഇതിൽ സൈനഡിൻ്റെ അംശമുണ്ടെന്ന് പറയുന്നത്, അത് പോകാൻ പഠിക്കാം. രണ്ടാമത് പതപ്പിച്ച് തുടങ്ങുന്ന ആ വെള്ളം ഊറ്റിക്കളി. അടുത്ത പീസ് വളരെ എളുപ്പത്തിൽ ചേർക്കാം. കൈ മുറിയാതെ ശ്രദ്ധിക്കണം. ഇനി വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുന്നു. ഇപ്പോൾ ലേശം ഉപ്പ് ഇപ്പം തന്നെ ചേർക്കാം. അത് ഊറ്റുന്നതിന് മുമ്പ് കുറച്ചധികം സാറില്ല. വെള്ളം ഊറ്റിക്കളയുന്നതുകൊണ്ട് ലേശം അധികം ഉപ്പായാലും പ്രശ്നമില്ല. അത് വെള്ളത്തിലൂടെ പോയിക്കോളും. ഒരൊറ്റ തിളപ്പിക്കൽ റെഡി ചെയ്യും. അടുപ്പത്ത് വെച്ചു ഒരു കപ്പ റെഡി ചെയ്യും. വെള്ളം ഊറ്റിക്കളഞ്ഞു കുറച്ച് വെള്ളം വരും ഒഴിച്ചു. ഈ കടുക്, കരിവേപ്പില, മുളക്, വെളില അതിൻ്റെ കടുകും ഇടുന്നു. കടുക് ഒഴിക്കുന്നു. കടുക് ഒഴിച്ചു. ഇനി ആ കടുക് വാർന്ന വെള്ളത്തിൽ തന്നെ